ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഒരു സ്പെഷ്യൽ ഡേ തന്നെയായിരുന്നു റിലേറ്റഡ് ടു ദിസ് മൂവി. നമ്മുടെ അതെ അപ്പോൾ ഈ ARMന്റെ പ്രൊമോഷണൽ ഈവന്റ് സൗദി അറേബ്യയിൽ ഇന്നലെ ജിദ്ദയിൽ നടന്നു. എനിക്ക് അത് പങ്കെടുക്കാൻ ഒരു ഭാഗ്യമുണ്ടായി. അതിൻ്റെ പാസ്സൊക്കെ കണ്ടു. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ടോബി ബ്രോ ആയിട്ട് 2 ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റി. ലാസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി. സിംഗു വളരെ എന്താ പറയാ ദുഃഖത്തിലാണ്. യെസ് കാരണം ഞാൻ അഖിലേട്ടൻ ഇരുന്ന അതേപോലത്തെ ഒരു സീറ്റില് മുന്നേ RRRന്റെ പ്രൊമോഷന് നമ്മൾ പോയപ്പം ആ ഒരു സീറ്റിന്റെ അടുത്ത് വരെ ഞാൻ എത്തിയിട്ട് എനിക്ക് ഒരു ഫോട്ടോയോ ഒരു നോട്ടമോ കിട്ടാതെ തിരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സോ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര കുശുമ്പും സങ്കടവും ഒക്കെ ആയിരുന്നു. ഭയങ്കര കാരണം ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും കാണുകയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഇവൾക്ക് മാത്രമല്ല, നമ്മുടെ വേറൊരു യൂട്യൂബർ ഉണ്ട്, നമ്മുടെ അശ്വിൻ ആൻഡ് കാവ്യ യൂട്യൂബ് ചാനലിലെ കാവ്യ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വളരെ ജലസാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ എനിവേ എന്തോ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. അത് എന്താ പറയാ, വല്ലപ്പോഴും കിട്ടുന്ന ഒരു ചാൻസ് അല്ലേ. അതും നമ്മളെ പോലുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള എന്താ പറയാ മൂവി നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമാവാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് നമുക്കൊരു എന്താ പറയാ ഭയങ്കര ഒരു ഗുഡ് ഫീലിംഗ് ആണ്. കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആണ്. കാരണം നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ സിനിമയുടെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ അവരുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജം, ഒരു സന്തോഷവും ഒക്കെ വേറെയാണ്. കാരണം നമ്മളും അതിന്റെ ആ ഒരു സിനിമയുടെ ഒരു ചെറിയൊരു ഭാഗത്തിൽ ഉൾപ്പെടാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ടാവും. കാരണം പ്രൊമോഷൻ ആണെങ്കിൽ കൂടി ആ സിനിമയെ റിലേറ്റ് ചെയ്തിട്ട് നടക്കുന്നൊരു വർക്കാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു പാർട്ടാവാൻ വേണ്ടി പറ്റി. എനിക്ക് പറ്റിയില്ലെങ്കിൽ അഖിലേട്ടന് പറ്റി, അപ്പൊ നമുക്ക് പറ്റിയെന്ന് ഞാൻ പറയുകയാണ്. സോ അപ്പൊ നമുക്ക് വൈകാതെ നമുക്ക് അപ്പൊ ശരിക്കും ഞാൻ രണ്ട് ചോദ്യമാണ് ചോദിച്ചത്. ആദ്യം ടീസർ റിലേറ്റഡ് ഒക്കെയാണ് ഞാൻ ചോദിച്ചത്. കാരണം ടീസർ 1 വർഷം മുന്നെയാണ് ഇറങ്ങിയത്. അപ്പോൾ ടീസർ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ എൻഡിങ് ഒരു സീനുണ്ട്. അതായത് നമ്മുടെ ടോവിനോ ബ്രോ ബീഡിക്കുറ്റി വായിൽ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ഞാൻ അത് ചോദിച്ചത് VFX ആണോ അതോ ഒറിജിനൽ ആണോ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ പുള്ളിയുടെ മറുപടി അത് ഒറിജിനൽ തന്നെയായിരുന്നു, ഇതൊക്കെ ആരെങ്കിലും VFX ചെയ്യുമെന്നാണ് ചോദിച്ചത്. അതുപോലെ തന്നെ ആ ഒരു ടീസറിൽ ഉടനീളം നമ്മൾ ഇതിൽ ശരിക്കും 3 ക്യാരക്ടറാണുള്ളത്. ആ ടീസറിൽ ഒറ്റ ക്യാരക്ടറിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അപ്പം അതിനുള്ള ഉത്തരം ഇപ്പോ ട്രെയിലർ വന്നോ ഇല്ലെന്ന് 3 ക്യാരക്ടറിനും അതിന്റേതായിട്ടുള്ള ഡെപ്ത് ഉണ്ട്. അതായത് 3 ക്യാരക്ടറും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആണെന്നുള്ള ഒരു ക്ലൂ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ നമുക്കത് അതിന്റെ ട്രെയിലർ വരുമ്പോഴേ അറിയുള്ളൂ. പടം ആദ്യം തന്നെ ആശംസിക്കുകയാണ്, ഒരു വലിയ വിജയമാകട്ടെ. ഇങ്ങനെ ഉള്ള ഇതുപോലുള്ള മൂവീസൊക്കെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ വരുന്നത് എന്താ പറയാ, നമുക്ക് തന്നെ ഒരു പ്രൗഡ് മൂവ്മെന്റ് ആണ്. അതിപ്പം എല്ലാ ലാംഗ്വേജിലും നമുക്ക് കാണാൻ പറ്റുന്നതുമാണ്. വൻ വിജയമാകട്ടെ തന്നെ ആശംസിക്കുന്നു. അപ്പോ ട്രെയിലർ വന്നു ചെക്ക് ചെയ്തൊക്കെ ആകാശത്ത് നിന്നും പൊട്ടി വീണൊരു നക്ഷത്രക്കല്ല്, കാറ്റിനെക്കാളും വേഗത്തിൽ മിന്നലിനേക്കാളും പ്രകാശത്തിൽ നമ്മളെ ഈ ഹരിപുരത്ത് വന്ന് വീണു. വടക്ക് ഹരിപുരം ഭാഗത്ത് ഒരു കളരിക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മളെ തറവാട്ടിലെ കാരണവരെ കുറിച്ച് പറഞ്ഞേ. നാടായ നാട് പറ്റും കട്ടുമുടിച്ച് നടക്കുന്നവരെ കൂടെ തലയുറപ്പിച്ച് നടക്കാൻ പറ്റാതെ 4 ഭാഗത്തും നോക്കി നിന്നോളണം. ഓൻ ഏലി കൊള്ളിട്ടായാലും മടിയില്ല, ഇങ്ങോടെ വെക്കണം വണ്ടി മണിയടി. ഹലോ, എന്നാലും ഒറ്റൊരിക്കൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് സ്വർണത്തിനേക്കാളും മൂല്യണ്ടായിന് നിന്നെ പോലെ. എന്റെ ആകാശവും വിഷ്വലൊക്കെ സൂപ്പർ അല്ലേ. ശ്വസിക്കുന്ന വായുവിന് ഒരാളെ പിടികിട്ടൂല. ഇന്ന് കളവിന്റെ രാത്രിയാ. കള്ളന് വിചാരിക്കാത്ത നേട്ടാഫലം. മറ്റന്നാ നട തുറക്കുമ്പോ അച്ചാച്ചനെ പോലെ ഞാനും കള്ളനാണ്. രാജാവിന്റെ ചതുരംഗപ്പലകയില് ബുദ്ധിയില്ലാതെ കുറെ ചാവേരകളുണ്ടാവും.
ഞാൻ കളിക്കുന്ന ഈ കളിയില് വെറും ചാവേറാണ് നീ ഇപ്പോ. ആദ്യരാത്രി ഒളിച്ചും പാത്തും വീട്ടിൽ കയറുന്നത് നിന്റെ ചോരേന്റെ കുണം കൊണ്ടാണ്. എന്റെ മോനെ, ഒരു നാടിനെ ജയിച്ച കള്ളനാ നിന്റെ അച്ചാച്ചൻ. സാധാരണ എല്ലാവരും അന്വേഷിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ അജേട്ടൻ പോയിട്ടുള്ളൂ. മണിയനെ പോലെ ഒരാൾക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇനി ഉണ്ടാവില്ലേ ഈ ചെയ്തിക്കാവില്? എന്നാ കള്ളനാണോ പോലീസാണോ ആദ്യം ഉണ്ടായത്? ഏയ്, 3D. ഓണം റിലീസ്. ഓണം. യെസ്. അപ്പോ നമ്മുടെ ടോബി ബ്രോ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ 3 ക്യാരക്ടറിന്റെ ഡെപ്ത് ഈ ഒരു ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട്. അതെ, അത് മാത്രമല്ല എനിക്ക് ഈ ഒരു ട്രെയിലർ വിഷ്വലി പൊളിയായിട്ടുണ്ട്. അതെ, എനിക്ക് ട്രെയിലർ കണ്ടപ്പം ഒരു നോർമൽ ആസ്വാദക അല്ലെങ്കിൽ ഒരു നോർമൽ ആളെന്ന രീതിയിലാണെങ്കിൽ ട്രെയിലറിൽ എനിക്ക് കണ്ടിട്ട് സിനിമയ്ക്ക് വലിയ ലാഗ് വരും എന്നുള്ള ഒരു ഫീല് കിട്ടിയിട്ടില്ല. അതായത് നമ്മളെ നന്നായിട്ട് എൻഗേജിങ് ആക്കി, കാരണം 3 ക്യാരക്ടറോടാണല്ലോ ഇതിൽ പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറിന്റെ ആ ഒരു എന്താ പറയാ ലാഗ് ഫീൽ ചെയ്യാൻ ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം 3 ക്യാരക്ടറും എന്താ പറയാ ഓവർലാപ്പ് ചെയ്തൊക്കെ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് എൻഗേജിങ് ആയിട്ട് വെക്കുന്ന പോലെ. ഇപ്പൊ എനിക്ക് ട്രെയിലർ കണ്ടപ്പം ഞാൻ അതില് മൊത്തത്തിൽ അത് എന്താണ് എങ്ങനെയാണെന്ന് കണ്ടുകൊണ്ടിരിക്കുക ചെയ്തത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് എൻഗേജിങ് ആയിട്ട് വെക്കുന്ന ഒരു ന്യൂ കമർ അല്ലെങ്കിൽ ഒരു ന്യൂ ഡയറക്ടർ, നമുക്ക് ന്യൂ ഡയറക്ടർ എന്ന് പറഞ്ഞു. അതാണ് ഞാൻ അത് പറയാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ഈ ഇപ്പൊ നമ്മൾ കണ്ട സാധനം ഒരു ഡെബ്യൂ ഡയറക്ടറിന്റെ ആണെന്ന് കുറച്ച് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമുക്ക് ഒബ്വിയസ്ലി പറയാം, കാരണം ആ ഒരു വ്യക്തിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇരിക്കുമ്പം വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കുറെ എക്സ്പീരിയൻസസ് ഉണ്ട്. സോ അത് ഉപയോഗിച്ച് അത് എങ്ങനെയൊക്കെ നമുക്ക് ഓരോ ഡയറക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന നല്ല കാര്യങ്ങൾ പഠിച്ച് നമ്മളത് ഒരു സിനിമയിൽ അപ്ലിക്കബിൾ ആക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് ആ ഒരു സിനിമയിൽ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മളത് ഉപയോഗിക്കുമ്പോഴാണ് എന്താ പറയാ പുതിയ നല്ല ഡയറക്ടേഴ്സ് ഉണ്ടാവുന്നത്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇത് ഒബ്വിയസ്ലി നമ്മൾ ടോവിനോന്റെ ക്യാരക്ടേഴ്സ്, ടോവിനോന്റെ അഭിനയത്തിനെ കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. വേഴ്സറ്റൈലായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരു ആക്ടറാണ്. സോ എന്തായാലും ക്യാരക്ടർ എനിക്ക് കണ്ടിട്ട് എനിക്ക് എന്താ പറയാ വേഗം എനിക്ക് സിനിമ കാണാൻ തോന്നുന്നുണ്ട്. അത്രയും ആ ഒരു ഫീലിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ല നേരത്തെ പോലെ ഓഫ് കോഴ്സ് പറയുന്നത് വലിയ ലാഗ് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് നെക്സ്റ്റ് എന്താണ് അല്ലെങ്കിൽ അതെന്താ ഇതെന്താന്ന് അറിയാനുള്ള ഒരു അഡ്വഞ്ചർ, ഫാന്റസി അഡ്വഞ്ചർ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരു പിന്നെ 3D ആണ്. പിന്നെ ഈ 3 ക്യാരക്ടറും ഒരുമിച്ച് വരുന്നുണ്ടോ, ഇവര് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. അതൊക്കെ ഇനി നമുക്ക് 12-ാം തീയതി സെപ്റ്റംബർ 12-ാം തീയതി. നോർമലി നമ്മളെപ്പോഴും കാണുന്നത് 3 ക്യാരക്ടറിന് 3 ഫേസസിലായിട്ടാണല്ലോ നമ്മൾ ഫസ്റ്റ് ഒരു ഫേസ് കാണിക്കും. ഇതിലെങ്ങനെയാന്ന് അറിയില്ല, അത് 3 കൂടെ ഓവർലാപ്പ് ചെയ്ത് വരുന്നതാണോ? പിന്നെ സുരഭിയുടെ ആ ഒരു ക്യാരക്ടറിൽ പറയുന്നുണ്ട്, എന്താ പറയാ നിന്റെ അച്ഛൻ പേര് കേട്ട ഒരു, അതായത് അച്ഛൻ കള്ളനാണ്. അപ്പം ആ കള്ളൻ അത്രയും എന്താ പറയാ ആ ഒരു ഇതിൽ പ്രഗത്ഭനായിരുന്നു എന്നുള്ള രീതിയിൽ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട്. സോ മേ ബി അത് കണ്ടപ്പോ എനിക്ക് തോന്നി ചിലപ്പം ആ ഒരു ഫേസ് എല്ലാ സിനിമകളെയും പോലെ ആയിരിക്കാം കാണിക്കുന്നത്, അറിയില്ല. എന്തായാലും നമുക്കൊന്നും അറിയില്ല. വളരെ എൻഗേജിംഗ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു, എനിക്ക് തോന്നുന്നു ഒത്തിരി പേർക്ക് നമ്മുടെ മിന്നൽ മുരളീനെ ഇഷ്ടപ്പെടുന്ന ആ ആളുകൾക്ക് എല്ലാവർക്കും എനിക്ക്, കാരണം നോർമൽ ക്യാരക്ടറിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് കുറച്ച് എന്താ പറയാ ഗെറ്റപ്പിൽ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. സോ ആ ഒരു സിനിമ എന്താ പറയാ ടോവിനോയാണ്, പ്രോമിസിങ് ആക്ടറാണ്. സോ നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് ആണല്ലേ സിനിമ. എല്ലാവിധ സക്സസും ഉണ്ടാവട്ടെ. ഈ മൂവിയും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഓണം റിലീസ് ആയതുകൊണ്ട് ഞാൻ നാട്ടിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ടിക്കറ്റ് ഒക്കെ റെഡിയാണ്. അപ്പോൾ എനിവേ നാട്ടിലെ ട്രിവാൻഡ്രത്ത് ഇപ്പം ആഘോഷം ആയിരിക്കും. കാരണം അവിടെയാണ് ട്രിവാൻഡ്രത്ത് ലുലു മോളിലാണ് ഇതിന്റെ ലോഞ്ച്.
അപ്പോൾ എനിവേ നമ്മുടെ ഈ ഒരു റിയാക്ഷൻ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഷെയർ like ചെയ്യുക, ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ് എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക. നിങ്ങൾ ആർക്കെങ്കിലും നമ്മളുടെ റിയാക്ഷൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് നമ്മളെ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റ. ടാറ്റ.